ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ഇത് അടുത്തൊരു ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബിഗ് ഷോപ്പിംഗ് ഉത്സവ് ഒക്ടോബർ 9th, അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ ഒക്ടോബർ 13 വരെയാണ് ഈ ഒരു ഓഫർ സെയിൽ നടക്കാൻ പോകുന്നത്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഫെസ്റ്റീവ് ഡീൽസ് എന്നാണ് ഈ ഒരു ഓഫർ സെയിലിനെ ഫ്ലിപ്കാർട്ട് അങ്ങോട്ട് വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ബിഗ്ഗസ്റ്റ് ഫെസ്റ്റീവ് ഡീൽസ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നതാണ്. ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, RBL ബാങ്ക്, യെസ് ബാങ്ക്, ഇതിൻ്റെയൊക്കെ തന്നെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നമുക്ക് ഈ ഒരു ഓഫർ സെയിലിൽ കിട്ടുന്നതാണ്. ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് സ്മാർട്ട് ഫോൺസ് ബിഗ്ഗസ്റ്റ് ഡീൽസ് എവർ എന്ന് പറഞ്ഞിട്ട് സാംസങ് S21 അതുപോലെ തന്നെ iPhone 15 ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുന്നിലായിട്ട് കാണാൻ പറ്റുന്നത് മോസ്റ്റ് അവൈറ്റഡ് ഡീൽസ് ഓഫ് ദ ഇയർ iPhone 15 ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും അവസാനം ഒരു 9 ഡിജിറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് എത്രയാണെന്ന് തന്നെ അറിയാൻ വയ്യ. നോർമലി നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ 49,999 ഒന്നാണ്. എന്നാൽ ബിഗ് ബില്യൺ ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഓഫർ സെയിലാണ്. സോ അതിനേക്കാളും എന്തായാലും കാശ് കുറയാൻ ചാൻസ് ഇല്ല, അത്രയും വരാനും ചാൻസ് ഇല്ല. ചിലപ്പോൾ ഒരു 52,999 അല്ലെങ്കിൽ 51,999 ആയിരിക്കും ഇതിന്റെ ആ ഒരു ഓഫർ റേറ്റ് ഇവിടേക്ക് ഒരു ബിഗ് ഷോപ്പിംഗ് ഉത്സവിൽ വരാൻ ചാൻസ് ഉള്ളത്. 58,999 നോർമൽ റേറ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീലിൽ ഈ ഒരു iPhone 15 നമുക്ക് മേടിക്കാൻ സാധിക്കും. 128 വേരിയന്റ്. കൂടാതെ S23 നോക്കുവാണെങ്കിൽ അവിടെയും ഒരു 9 മാത്രമാണ് ഉള്ളത്. 36,999 സംതിങ് ആയിരുന്നു ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ. എന്നാൽ ഇപ്പോൾ നോർമൽ നോക്കുമ്പോഴത്തേക്ക് 41,999 കാണാൻ പറ്റുക. ഉറപ്പായിട്ടും ഒരു 37,999 അല്ലെങ്കിൽ 38,999, ചിലപ്പോൾ 39,999 ആയിരിക്കാം ഈ ഒരു S21 റേറ്റ് കാണാൻ പറ്റുക. അതും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ മോട്ടോറോള G85 ഉറപ്പായിട്ടും ഒരു 16,999, 17,000 രൂപയ്ക്ക് കിട്ടും. നോർമൽ റേറ്റ് 8GB 128-ന് 17,999, 18,000 രൂപയാണ്. കൂടാതെ കില്ലർ ഡീൽ ഫ്രം ഓപ്പോ എന്ന് പറഞ്ഞിട്ട് ഓപ്പോ K12X നമുക്ക് 11,844 രൂപയ്ക്ക് ഇൻക്ലൂഡിംഗ് ഓൾ ഓഫറിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 12,999 രൂപയാണ്. കൂടാതെ ഇൻക്രെഡിബിൾ പ്രൈസ് ഡ്രോപ്പ് ബൈ റിയൽമി എന്ന് പറഞ്ഞിട്ട് റിയൽമി 12Xന്റെ റേറ്റ് പക്ഷേ അത് റിവീൽ ചെയ്തിട്ടില്ല. എന്നാൽ അതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 12,499, ചിലപ്പോൾ ഒരു 10,499 കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഡീലാണ്, കുഴപ്പമില്ലെന്ന് പറയാം. കൂടാതെ S50 ഫ്യൂഷൻ ആണെങ്കിലും S23 FE ഒക്കെ തന്നെ ഇതുവരെ റേറ്റ് അങ്ങോട്ട് റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ S23 FE നമുക്ക് ഇപ്പോൾ തന്നെ 31,999 സോ ഒരു 28,999 അല്ലെങ്കിൽ 29,999 ആയിരിക്കും നോർമൽ റേറ്റ്. ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളതിൽ അത്യാവശ്യം നല്ല വർത്ത് ബൈങ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ CMF ഫോൺ ഒന്നാണ്. 6GB 128-ന് 12,499, 8GB 128-ന് 13,499 ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ 8GB 128 നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 17,999. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 13,500 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ്. കൂടാതെ iPhone 15 പ്ലസിന്റെ റേറ്റ് ഉടനെ തന്നെ വരും. കൂടാതെ Vivo T3Xന്റെ റേറ്റ് വരും, Pixel 8-ന്റെ, അങ്ങനെ കുറേ അധികം. നത്തിങ് ഫോൺ 2A റേറ്റിംഗ്. എന്തായാലും ഇത് നത്തിങ് ഫോൺ 2A എന്ന് പറയുമ്പോഴത്തേക്ക് 18,999, 19,999 ഒക്കെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ കിട്ടിയത്. പക്ഷേ അത്രയും റേറ്റ് കുറഞ്ഞില്ലെങ്കിലും ഒരു 20,000 രൂപയ്ക്ക് അകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് എവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന മറ്റൊരു ഫോണാണ് നമ്മുടെ S24 പ്ലസ്. അതും എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ റേറ്റുകൾ അറിയാൻ പറ്റും. എന്തായാലും ഓഫേഴ്സ് റിവീൽ ആയി കഴിഞ്ഞാൽ ഇനി രാത്രി 12 മണിക്കാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ വീഡിയോസ് ഉണ്ടാവും, നാളെ നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ടു തുടങ്ങും. ഇയർബഡ്സുകളുടെ ഓഫേഴ്സ് വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ആദ്യം കാണാൻ പോവുക. എന്നാൽ ഫോണുകളുടെയും ഞാൻ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് നമ്മുടെ ആ ഒരു ബിഗ് ഷോപ്പിംഗ് ഉത്സവിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റായിട്ടും കൊടുത്ത് നമ്മുടെ ചാനലിനും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.